dipanggil sahur 3 kali dan tidak nyaut. അയ്യോ സാറിന്റെ സാറിന് അറിയത്തില്ല. സാറ് ഓടിക്കോ, ഭയങ്കര ഡേഞ്ചർ ആള്. ഓടിക്കോ വല്ലരും. എവിടെ പോവാ നീക്ക്? ഞാനിപ്പോ വരുവാ. ബലറീന ഓടിവാ, അവരെ പിടി. അയ്യോ എന്തോ അത് ഒന്നും മനസ്സിലാകുന്നില്ല. കണ്ടിട്ട് എന്താ സാധനം ഇത്? നിന്നെയൊക്കെ ഇപ്പൊ മനസ്സിലാക്കി തരാം. ഇവിടുത്തെ മരങ്ങൾ വെട്ടാൻ കുറെ കള്ളന്മാർ നടക്കും. ഓമാർ എങ്ങനെയായാലും കൈയോടെ പോക്കണം. ചന്ദനമരം എന്തൊക്കെ മരങ്ങളുള്ള ഇവിടെ. ഓരോ കള്ളന്മാർ വന്നങ്ങ് മോഷ്ടിച്ചോണ്ട് പോയേക്കുമല്ലേ. എന്തായാലും ഞാനിവിടെ ഫോറസ്റ്റ് ഓഫീസറായിട്ട് ചാർജ് എടുത്തോളാം കാലം ഇനി ഒറ്റ എണ്ണവന്മാരെ ഞാൻ കയറ്റത്തില്ല കൊണ്ട്. ഇവിടെ വന്യമൃഗങ്ങളും ഉണ്ട്, അതിനെ സൂക്ഷിക്കേണ്ടി വരും. സാർ ഞാൻ ഇന്ന് ഇവിടെ ചാർജ് എടുക്കാൻ വന്നതാ. ആഹാ, നിങ്ങളിന്ന് ഇവിടെ ചാർജ് എടുക്കാൻ വന്നതാണോ? ഞാൻ ഇന്നലെ ഇവിടെ ചാർജ് എടുത്തു. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് മധു. ഓക്കെ അകത്തോട്ട് പോന്നോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പണി. ഞാൻ തന്നെ TV കാണുന്ന കണ്ടില്ലേ? എടി ഞാൻ ഹണ്ടിങ്ങിനെ കുറിച്ച് കാണുമായിരുന്നേ. എനിക്കൊന്ന് ഹണ്ടിങ്ങിന് പോയാൽ കൊള്ളാമെന്നുണ്ട് ഫോറസ്റ്റില്. പിന്നെ ഹണ്ടിങ്ങിന് അതിന്റെ കുഴപ്പം കൂടെ ഉണ്ട്. അമ്മണി പിന്നെ കേൾക്കാനിരിക്കുവായിരുന്നു പുറകെ ചാടാന്. എന്നാ പിന്നെ പോയിക്കളയാം. ചേട്ടാ കാട്ടിലൊക്കെ ഇങ്ങനെ നിങ്ങളുടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? ഹണ്ടിങ്ങിനാ നമ്മള് പോകുന്നത്. അവരോട് ചോദിച്ചു നോക്കും, വരുന്നെന്ന് ചോദിച്ചു നോക്കും. അവർ അച്ഛനമ്മയൊക്കെ വിടുമെന്ന് അറിയത്തില്ലല്ലോ. നാളെ തന്നെ പോണം. 3 ദിവസം അവധി ഉണ്ടല്ലോ. നാളെ തന്നെ അവധിയല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ ആ TV ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബെസ്റ്റ്. ഇപ്പൊ TV ഓഫ് ചെയ്യും. ഉറങ്ങണം എന്ന് പറഞ്ഞ ആളാ. അതുകൊണ്ട് ഇപ്പൊ TV കാണാൻ പോകുന്നത് ഹണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴും. എടി നീ എന്നാ പോയാൽ പുറത്ത് കിടക്കടി ചാറിനെ. ഞാനും മോളും കൂടെ ഇന്ന് ഹണ്ടിങ് ഒക്കെ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഞാൻ എന്താ പറയുന്നില്ലേ? ഈ റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിക്കേണ്ടത് കേട്ടോ. ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. എങ്ങനെ കഴിച്ചു കൂട്ടിന്ന് എനിക്കെന്നെ അറിയാൻ വയ്യ. ഇത് നമുക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് അല്ലേ? ഇത് നമുക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സാ. ഇതാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസാ. ഇവിടെ പല ആൾക്കാർക്ക് താമസിക്കാം. പക്ഷെ ഇവിടെ വേറെ താമസമൊന്നും ഇല്ല. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാട് കറങ്ങാൻ വരുന്നവരൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇന്നലെ ആണെങ്കിൽ എന്തൊക്കെ സൗണ്ടുകളായിരുന്നു അറിയാമോ ചുറ്റിനും. ഞാൻ വലിയ വീരവാദം മുഴക്കിയാ വന്നത്. എല്ലാവരെയും പിടിക്കുക, അതാ മറ്റേതാ മറിച്ചതെന്നൊക്കെ. പക്ഷെ എനിക്ക് ആകെപ്പാടെ രാത്രിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇന്ന് മധു വന്നോണ്ട് പിന്നെ ഒരു കൂട്ടുണ്ടല്ലോ. സാറ് പറഞ്ഞപ്പോൾ എനിക്കും ആകെപ്പാടെ പേടിയാവുന്നു. എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമായിരിക്കും. നമുക്ക് എന്തായാലും അകത്ത് കയറാം. പുറത്തങ്ങനെ അധികം നേരം നിൽക്കണ്ട. ഓക്കെ സാർ. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak nyaut, maka makhluk ini datang di rumah kalian. Sahur. Anomali mengerikan yang hanya keluar pada sahur. ഇന്നലെ ഞാൻ നോട്ടം ഇട്ട് വെച്ചതാ. ഈ ഗസ്റ്റ് ഹൗസിൽ 2 പേര് വന്നിട്ടുണ്ട്. അവരെ വെറുതെ വിടരുത്. Ballerina cappuccina. Mi. È la moglie di Cappuccino assassino. E ama la musica, la. നീ എന്താ ബലറിന ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഡാൻസ്. സഹുറിയൊക്കെ കണ്ടില്ലേ 2 പേര് വന്നത്? നമ്മൾ ഇതിനെ പറഞ്ഞ് കറക്റ്റ് ആയിരുന്നു. നമുക്ക് ഇവിടെ ആളുണ്ടോ ഇല്ലെന്ന് ഡൗട്ട് ആയിരുന്നല്ലോ. പക്ഷെ ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആളെ കിട്ടിയല്ലോ. വക വരുത്താൻ ആളെ കിട്ടി. കുറേ നാളുകൊണ്ട് നമ്മൾ നടക്കുമായിരുന്നു. ഇവിടെ ആരും ഇല്ലായിരുന്നു. ഈ ഗസ്റ്റ് ഹൗസ് ഫ്രീ ആയിട്ട് കിടക്കുമല്ലായിരുന്നു. ഇപ്പോഴല്ലേ ആൾതാമസം വന്നത്. എന്തായാലും നമുക്ക് വക വരുത്തണം. അതെ അവസരം വരട്ടെ. നമ്മൾ പിന്നെ ഹണ്ടിങ്ങിനാ പോകുന്നേ. ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി 2 പേരും. നിങ്ങൾ ഏത് കാട്ടിലാ സന്തോഷം ഹണ്ടിങ്ങിന് പോകുന്നത്? ഞങ്ങൾ പോകുന്നത് വ്ളാത്തിക്കുടിയില്ല. വ്ളാത്തിക്കുടി എന്ന് പറഞ്ഞിട്ട് കാടാ. അത് ഭയങ്കര കൊടും കാടാ. വലിയ ഫോറസ്റ്റ് ഏരിയ. അയ്യോ ചേട്ടൻ എങ്ങോട്ടാ പോയത്? ഫോറസ്റ്റ് ഓഫീസിലോട്ട് സ്ഥലം മാറിപ്പോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പോലീസിന്റെ അവിടുന്ന് അവർ അങ്ങോട്ട് പോയി സ്ഥലം മാറിപ്പോയെന്ന് ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചേട്ടൻ. അയ്യോ അവിടെ വ്ളാത്തിക്കുടിയിലെ ഫോറസ്റ്റ് ഓഫീസിലാണ് ചേട്ടൻ പോയേക്കുന്നത്. മധു അവിടെ പോയേക്കുന്നത്. ഞാനാണെങ്കിൽ വെറുതെ ഒരു ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എനിക്ക് തീരുമാനിച്ചതാ വ്ളാത്തിക്കുടി എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റിൽ പോകുന്നു ഹണ്ടിങ്ങിന്. അയ്യോ മധു അവിടെ പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്കൊന്നും വൈകി വരായിരുന്നു. ഇവിടെ കുറെ ജോലികളൊക്കെ ഉണ്ട്. ഞാനൊന്നും വരുന്നില്ല. 3 ദിവസം എനിക്ക് എന്തോ ജോലി ചെയ്യാനുണ്ടോ അറിയോ? നിങ്ങളായിരിക്കും അവധിയായിട്ട് വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് രാവിലേക്ക് എല്ലാം വെച്ചുണ്ടാക്കി തരുന്നതുകൊണ്ട് സമയം കാണത്തില്ല. ജോലികൾ കുറെ പെൻഡിങ് കിടക്കും. അതൊക്കെ ചെയ്യണം എനിക്ക് വയ്യ മക്കളെ വരാന്. നിങ്ങൾ പോയിട്ട് വാ. ഇപ്പൊ പിന്നെ മധുചേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കണ്ടല്ലോ. അത് ശരിയാ. അവൻ അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതിയല്ലോ. റെഡിയായിട്ട് നിൽക്കുക.
എന്നാ പോട്ടെ അമ്മേ ഞങ്ങള്. ആ ശരി ചെല്ല്. ശാരദേ, പിന്നെ അവര് പോയപ്പോ പറഞ്ഞു വിടാത്ത എന്ത്? ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ടുവരാൻ പറയായിരുന്നു. നമ്മളത് നമുക്ക് കറി വെക്കായിരുന്നല്ലോ. ആ അത് ശരിയാ, അവരെന്തായാലും ഹണ്ടിങ്ങിന് പോകുമല്ലായിരുന്നു. ഏതെങ്കിലും മൃഗങ്ങളെ വല്ലതും കിട്ടുവാണെങ്കിലേ അയ്യോ ഇവിടെ കൂടെ കൊണ്ടുവരാം. ഞാൻ എനിക്ക് ഇടയ്ക്ക് പിന്നെ ഫോൺ ചെയ്ത് വല്ലതും പറയാം. ഇന്നൊക്കെ 2-3 പേര് ചന്ദനം കടത്താൻ വേണ്ടിട്ട് വന്നു. അത് പറഞ്ഞായിരുന്നോ? സാറിന് പക്ഷെ അവരെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. അവര് കൈവിട്ട് പോയി കളഞ്ഞില്ലോ. അവര് പോകുന്ന പോട്ടെ, എന്തായാലും ചന്ദനമരം പോയില്ലല്ലോ. അത്രയും തന്നെ കാര്യം. സാറേ ഇപ്പൊ ഒരു പാട്ട് കേട്ടില്ലേ? ആ ഞാൻ കേട്ട്. അതാ ഞാൻ കുറച്ച് മുന്നേ കേട്ടു. ഞാൻ എനിക്ക് ബാത്റൂമിലേക്ക് കുളിച്ചിട്ട് ഈ പാട്ട് കേട്ട്. അത് ആര് പാടുന്നത്? ദൂരെയായിട്ടാണ് കേൾക്കുന്നത്. ഓ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. Tung 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 sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak nyaut, maka makhluk ini datang di rumah kalian. Tung 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 sahur. എന്താ സാറ് കേട്ടത്? തും സഹോറോ? എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇവിടെ? ഓ നമ്മൾ രണ്ടും ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് ആ പാടെ പേടി വന്നിട്ട് ഇപ്പൊ എന്റെ ധൈര്യം മൊത്തം ചോർന്നു പോകുന്നല്ലോ. മധു വന്നോണ്ട് എനിക്ക് അത്രയെങ്കിലും ആശ്വാസമായല്ലോ. മധു ഇല്ലായിരുന്നെങ്കിലോ? ഞാൻ ഇല്ലാതെ തന്നെ ഒറ്റയ്ക്കാണെങ്കിൽ എന്തൊക്കെ സൗണ്ടുള്ള കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോഴേ ഞാൻ കിടന്ന് ഉറങ്ങി പേടിച്ച് ഒന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടി. ആ ശരിയാ സാറേ എനിക്ക് ഒരു കോള് വരുന്നു. ഒരു മിനിറ്റ്. ഹലോ ഇതാരാ? എടാ മധു, ഞാനാണോ സന്തോഷ്? ഇതെന്തോ നിനക്ക് നമ്പർ എന്റെ സേവ് ചെയ്തിട്ടില്ലേ? ആഹാ നീ ആയിരുന്നോടാ? അയ്യോ എന്റെ ഫോൺ ആണെങ്കിലേ ഒന്ന് കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ പിന്നെ ഒന്ന് റീസെറ്റ് ചെയ്തു. അപ്പൊ ആ നമ്പറൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് സേവ് ചെയ്ത നമ്പറൊന്നും ഇല്ലായിരുന്നില്ല. എടാ മധു, നീ ഇപ്പൊ എവിടെ? വ്ളാത്തിക്കുടി ഫോറസ്റ്റ് ഓഫീസിലാണുള്ളത്? ആ അതെടാ, വ്ളാത്തിക്കുടി ഫോറസ്റ്റ് ഓഫീസിലാണ് ഞാനുള്ളത്. ഓ ഇവിടെയൊക്കെ കൊടുങ്ങാടാന്നേ. എടാ ഞാനെങ്കിലേ ഒന്ന് ഹണ്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കെങ്കിൽ ഹണ്ടിങ് ഒരു ഹരമായിട്ട് തോന്നുന്നു. അപ്പോൾ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനെങ്കിൽ ഈ വ്ളാത്തിക്കുടി ഒരു വ്ളാത്തിക്കുടി പറഞ്ഞ സ്ഥലം എങ്കിൽ ഗൂഗിൾ മാപ്പിൽ കൂടെ എങ്കിൽ ഞാൻ സെർച്ച് ചെയ്തെടുത്താൽ. പക്ഷെ നീ എവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇന്നാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും പിള്ളേരും ഞങ്ങളെല്ലാവരും തിറങ്ങിയായിരുന്നു, തിരിച്ചായിരുന്നു. അപ്പോൾ നിൻ്റെ അടുത്തോട്ട് വരാം ഞങ്ങൾ. നീ അവിടെ താമസിക്ക് പറ. ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് വരുമെന്തോ? ആരൊക്കെ ഉണ്ട് കൂടെ? അമ്മിണിയുണ്ട്, കിങ്ങിണിയുണ്ട്, കുട്ടുപോനുണ്ട്. ഞങ്ങൾ 4 പേര്. ആഹാ അത് കൊള്ളാലോ. പിള്ളേരെ കൊണ്ട് നീ ഇറങ്ങിയടാ. ആ എന്നാൽ പിന്നെ ഒരു കാര്യം, ഞാനെങ്കിൽ ലൊക്കേഷൻ അയച്ചുതരാം കേട്ടോ. നിങ്ങൾ നേരേക്ക് പോരെ. ഇവിടെ എങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് ആയത്. ഞങ്ങൾ ഇവിടുത്തെ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളിങ്ങോട്ട് പോരെ. ആ ഓക്കേടാ. എന്താ ഹണ്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ട്? സാറേ അങ്ങനെ വലിയ രീതിയിലൊന്നും ഹണ്ടിങ് ഇല്ല, ചെറിയൊരു ഹണ്ടിങ്. അതെ, എൻ്റെ എനിക്ക് തൊട്ട് അയലത്ത് താമസിക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരൻ്റെ പേരെനിക്ക് സന്തോഷ്. ആ അവരും അവരുടെ മോളും പിന്നെ എൻ്റെ പിള്ളേർ 2 പിള്ളേർ അവരെല്ലാം കൂടെ ആണെങ്കിൽ ഹണ്ടിങ്ങിനത് കൊണ്ട് വരിക. 3 ദിവസം അവധിയില്ല, അതായിരിക്കും. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അവധിയാണെന്നില്ല 3 ദിവസം. അതായിരിക്കും എല്ലാവരോടും ഇറങ്ങിയത്. നിയമം തെറ്റിച്ചുള്ള ഒരു കാര്യം എന്നെ കണ്ണുകൂപ്പി കണ്ടാൽ ഞാൻ എതിർക്കും കേട്ടോ. അത്രയ്ക്കൊന്നും ഇല്ല സാറേ, ചെറിയ രീതിയിൽ. അവർക്ക് വെറുതെ ഒരു റിലാക്സ്, അത്രേ ഉള്ളൂ. ശരി ഞാനെന്നാ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ മോളിൽ പോയി. സാറേ ഞാനെന്നല്ലേ അവർ വരാൻ പോയിട്ട് ഞാനൊന്ന് പോയി കോഫി ഇട്ട് വയ്ക്കട്ടെ. ആഹാ ഇവിടെ അപ്പൊ വേറെയും കുറെ പേര് വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞല്ലോ. എനിക്കപ്പൊ കുശാലാന്നല്ലോ. ബലേറിന ഇങ്ങോട്ട് വാ. എന്താ സഹോദരേട്ടാ വിളിച്ചത്? എടി നമുക്ക് ഇവരെ മാത്രമല്ലടി കിട്ടാൻ പോകുന്നത്, വേറെ കുറെ പേര് വരുന്നുണ്ട്. എല്ലാരെയും കൂടെ നമുക്ക് ഒറ്റയടിക്ക് വക വരുത്താം. വേറെ വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് കുശാലായല്ലോ. അവര് വരുത്ത പാടെ തന്നെ നമുക്ക് അവരെ ആക്രമിക്കണം. അതെ സഹോദരേട്ടാ, ഞാൻ ഫുൾ സപ്പോർട്ടാ. എന്നാ നമുക്കിപ്പൊ മാറി നിൽക്കാം. ഇതാണെന്ന് തോന്നുന്നു അവര് പറഞ്ഞ വീട്. ആ വാ മക്കളെ. പുറത്ത് ആരോ വന്ന പോലെ തോന്നുന്നല്ലോ. അവര് വന്നോ? അവര് വന്നെന്നാ തോന്നുന്നു സാറേ. നോക്കട്ടെ. ആഹാ എല്ലാരും എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല കൊടുക്കാണല്ലേ ഇത്. യാത്രയൊക്കെ സൂപ്പർ ആയിരുന്നു. ഇവിടെ വന്നപ്പോ പക്ഷെ ആകെപ്പാടെ ഒരു വേടി പോലെ, ഭയങ്കര കാട്. ഇതിന്റെ മേലുദ്യോഗസ്ഥനാ ഈ സാറ്. ഹായ് നമസ്കാരം സാറേ. ഹണ്ടിങ്ങിനൊക്കെ ഉള്ള പുറപ്പാടാന്ന് അറിഞ്ഞ സാറ്. ചെറിയ രീതിയിൽ. അയ്യോ അങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ല. നിയമം തെറ്റിച്ചുള്ള ഒരു പരിപാടിക്കും ഇല്ല. Tung 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 sahur. Tung 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 sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak nyaut. അയ്യോ സാറിന് സാറിന് അറിയത്തില്ല. സാറ് ഓടിക്കോ, ഭയങ്കര ഡേഞ്ചർ ആള്. ഓടിക്കോ എല്ലാരും. എവിടെ പോവാ നീക്ക്? ഞാനിപ്പോ വരുവാ. ബലറീന ഓടിവാ, അവരെ പിടി. Ballerina cappuccina. Mi. È la moglie di Cappuccino assassino. E ama la musica. എന്റെ സഹോദരേട്ടൻ എന്നെ പറ്റിച്ചിട്ട് നിങ്ങളങ്ങ് മുങ്ങാന്ന് വിചാരിച്ചോ? ബലറീന നീ അവരെ പിടിച്ചോ? ആ ഞാൻ ആരും എടുത്തില്ല സഹോദരേട്ടാ. ഞാൻ ഇവരെ പിടിച്ചു വെച്ചേക്കോ സഹോദരേട്ടാ. ഓടി വാ. അതെന്താ അവിടെ സൗണ്ട്?
അയ്യോ സാറേ അത് ചന്ദനമരം മുറിക്കില്ലാരോ? അതെ അതെ, കള്ളന്മാരാണ് ചന്ദനമരം മുറിക്കുന്നത്. മലറിനെ നീ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ കുറെ മജ്ജയ മാംസമുള്ള ആൾക്കാർ, അവര് മരം മുറിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് അവന്മാരെ മതി, നല്ല മജ്ജയ മാംസമുള്ളവന്മാരാ. ഇതെന്തോ കുറെ കൊച്ചു പിള്ളേര്, പീക്കിരി പിള്ളേർ, ഇവരെ നമുക്ക് എതിർക്കാന്. ഇവരെ വേണ്ട, നമുക്ക് അവരെ മതി, അവന്മാരെ നമുക്ക് പിടിക്കാം. വാ സഹോദരൻ, നമ്മളൊന്നും വേണ്ടെന്നു, നമുക്ക് പെട്ടെന്ന് വീടിനകത്ത് കയറാം. ഇവരാണെങ്കിൽ അവരെ പോയി പിടിക്കട്ടെ, ചന്ദനം കിടത്തുന്നവരെ. ശരിയായി, അവരായി അവരുടെ പാടായി. എല്ലാരും വീടിനകത്ത് ഓടിക്കോ. എടാ നീയൊക്കെ നിക്കടാ, നിന്നെയൊക്കെ ഞങ്ങൾക്ക് വേണോടാ. അയ്യോ എന്തോ അത്, ഒന്നും മനസ്സിലാകുന്നില്ല. കണ്ടിട്ട് എന്താ സാധനം ഇത്? നിന്നെയൊക്കെ ഇപ്പൊ മനസ്സിലാക്കി തരാം.